ഇപ്പൊ കുറച്ചു മുമ്പ് ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡിനകത്ത് അക്ബറിന്റെയും നെവിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പാരഡി ഗാനങ്ങൾ പാടി നെവിൻ ഡാൻസ് കളിക്കുകയായിരുന്നു. അക്ബർ പാരഡി പാടും, ഒപ്പന ടൂണിലാണ് പാടുന്നത് കേട്ടോ. നെവിന്റെ ഒരു ഡാൻസും ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെയുള്ള ആളുകളെ എല്ലാവരെയും തന്നെ ട്രോളിക്കൊല്ലുന്ന ഒരു കാഴ്ചയാണ്. ഒനിയിലിനെയും ജിസൈലിനെയും പോലും അക്ബർ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. അവരെ പറ്റി പാടിയൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ ലാലേട്ടന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അക്ബർ ആ ഒരു ട്യൂണില് ലിറിക്സും കമ്പോസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഒരു രക്ഷയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പാനിയും ഷാനവാസിനെയും വെച്ചിട്ടുണ്ടാക്കിയ പാട്ട്, അനീഷിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ട്, പിന്നെ പെയിൻ 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 എന്ന് പറയുന്ന ആ സോങ്, രേണുവിനെയും വെറുതെ വിടുന്നില്ല, രേണുവിനെയും പൊട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ അത് ഹൈലൈറ്റ്. ഒരു രക്ഷയില്ലാതെ കിഡിലും പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഫുൾ ലൈവിനകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. ബിന്നിയുടെ ആ ഒരു സോങ് ഒക്കെ അക്ബർ ഇരുന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ലാലേട്ടന്റെ ഫ്രണ്ടിൽ അക്ബർ ഇത് പാടുവാണെങ്കിൽ അടിപൊളി ആയിരിക്കുമെന്ന്. എന്തായാലും ഇന്നിപ്പോ പാടിയിരിക്കുകയാണ്. ലാലേട്ടനെ നല്ല രീതിയിൽ അക്ബറിനെ അഭിനന്ദിച്ചു. നെവിന്റെയും പെർഫോമൻസ് അന്യായമായിരുന്നു. രണ്ടുപേരും കൂടി നിന്നിട്ട് കിഡിലൻ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഒരു രക്ഷയില്ലായിരുന്നു. എപ്പിസോഡ് അവര് ആ ഒരു രീതിയിൽ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ.